വിമാന അപകടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നീറ്റലാണല്ലേ. പലരുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ആ ഒരൊറ്റ യാത്രയിൽ അവസാനിക്കും. കരിപ്പൂർ വിമാന അപകടം, അഹമ്മദാബാദ് വിമാന അപകടം, കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന വിമാന അപകടങ്ങളാണ് ഇവ. എന്നാൽ ചരിത്രത്തിലെ ആദ്യത്തെ വിമാന അപകടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ വെർജീനിയയിലെ സൈനിക ക്യാമ്പായ ഫോർട്ട് മയർ 1908 സെപ്റ്റംബർ 17 വിമാനം ലോകത്തിന് സമ്മാനിച്ച റൈറ്റ് സഹോദരന്മാരിൽ ഒരാളായ ഓവിൽ റൈറ്റിന്റെ നിയന്ത്രണത്തിൽ പറക്കുന്ന റൈറ്റ് ഫ്ലയർ മോഡൽ എ എന്ന വിമാനം. അന്ന് അമേരിക്കൻ സൈനികരുമായുള്ള ഒരു വിമാന കരാറിന് ശ്രമിക്കുകയായിരുന്നു റൈറ്റ് സഹോദരന്മാർ. അതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ടെസ്റ്റ് യാത്രയായിരുന്നു അന്ന് നടന്നത്. യാത്രക്കാരനായി ഒരു സൈനിക ഓഫീസർ ഉണ്ടായിരിക്കണമെന്നതും നിർബന്ധമായിരുന്നു. ലഫ്റ്റനന്റ് തോമസ് ഇ സെൽഫ്രിഡ്ജ് ആയിരുന്നു അന്നത്തെ യാത്രക്കാരൻ. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം പറന്നുയർന്നു. ഏകദേശം 1 മണിക്കൂറാണ് വിമാനം പറത്തേണ്ടിയിരുന്നത്. ആദ്യ 5 മിനിറ്റുകളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പറന്നുയർന്ന റൈറ്റ് ഫ്ലയർ മോഡൽ എ ഏകദേശം 100-150 അടി ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ വിമാനത്തിന്റെ ഒരു ചിറകൊടിയുന്നത്. ഉടനെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ വിമാനം താഴേക്ക് പതിച്ചു. പൈലറ്റായ ഓവിൽ റൈറ്റിന്റെ കാലുകൾക്കും നട്ടെല്ലിനും പരിക്കേറ്റപ്പോൾ സൈനിക ഉദ്യോഗസ്ഥനായ തോമസ് ഇ സെൽഫ്രിഡ്ജിന് തലക്ക് ഗുരുതര പരിക്കേറ്റു. വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. വിമാനം അപകടത്തിൽ കൊല്ലപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയും ഇദ്ദേഹമായിരുന്നു. ഇതിനെ തുടർന്ന് ഇത്തരം വിമാനം പറത്തൽ സന്ദർഭത്തിൽ സൈനികർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കി.